ഹായ് എവ്രിവൺ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് CMA USA മാത്രം പഠിപ്പിക്കുന്ന ലെഡ്ജർ ഗേറ്റിൻ്റെ കാലിക്കറ്റിലെ ബ്രാഞ്ചിലാണ്. നമ്മൾ അവിടുത്തെ ക്ലാസ്സിലേക്ക് ഒന്ന് ജസ്റ്റ് പോയോ. എല്ലാവർക്കും നമസ്കാരം. CMA സ്റ്റുഡൻസ് ആണ് എല്ലാവരും. ഈ CMA USA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ തന്നെ. ഈ CMA USA പറഞ്ഞ കോഴ്സിൻ്റെ ജോലി സാധ്യതകൾ എന്തൊക്കെയാണ്? ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് CFO ആവണമെന്നുണ്ടെങ്കിൽ CMA ക്വാളിഫിക്കേഷൻ മതി. അപ്പോൾ CMA USAയിലെ ലാസ്റ്റ് എക്സാമിൽ ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് കിട്ടിയത് ലെഡ്ജർ ഗേറ്റിനാണല്ലോ. അപ്പോൾ എന്തൊരു കൈൻഡ് ഓഫ് ടീച്ചിങ് മെത്തേഡാണ് ആക്ച്വലി നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഇത്രയും നല്ല സ്റ്റുഡൻസിനെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട്? നമ്മുടെ ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത് മെയിൻലി കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടീച്ചിങ് ആണ്. ലെഡ്ജർ ഗേറ്റിലെ ഫാക്കൽറ്റീസിന് CMA എന്താണെന്ന് മാത്രമല്ല പഠിപ്പിച്ചെടുക്കാൻ പറ്റുക, CMA കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ഭാവിയിൽ നല്ലൊരു ജോബ് നേടാം. 1 ഇയർ അല്ലേ കോഴ്സ്? ഫസ്റ്റ് ഇയർ അല്ലേ? അപ്പോൾ നിങ്ങൾ പഠിക്കൽ തുടങ്ങിയിട്ട് എത്രയായി? 3 months ആയുള്ളൂ. അഖിൽ സാർ ഫുള്ള് ഫ്രീഡം തരുന്ന സാറാണ്. ഓക്കെ 12:30 വിടേണ്ടതാണ്, വിട്ടിയില്ല. ഇതിൽ നിങ്ങളവിടെ പാട്ടുകാരൊന്നുമില്ല? ഓരോ പാട്ട് കേൾക്കണോ? ഓരോ പാട്ട് നിങ്ങൾ കേട്ടതല്ലേ? ഒരുപാട് കേട്ടതാണോ? കേട്ട് മടുത്ത ആൾക്കാരാണോ? ആർക്കും വേണ്ടി ഒരു കുഞ്ഞു സോങ് പാടാം. എനിക്ക് മൈക്കില്ല, ചെറിയ വോയിസിലാവും പാടാം. അതിൽ പാടിയാൽ ഇന്റെ സൗണ്ട് ആവൂല വരിക. കസവിനാലെഴുതുമാ കവിതകളൊഴുകണമിഴികളുമായി നറുനിലാവുത്തിരുമാ കനവുകൾ തുന്നിയ ഹൃദയവുമായി വഴിനീളെ നിൽക്കും പനിമലരായി പൂത്ത ചില്ലകൾ കുടയുകയായി തിരമാല നോൽക്കും ചിന്തകളിൽ മഞ്ഞുതുള്ളികളായി പ്രണയമേ മുഹബത്തിനലകളിൽ. സാർ ആക്ച്വലി ഞാൻ ഒരു ഹ്യൂമാനിറ്റി സ്റ്റുഡൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ടീച്ചിങ്, ഡിഗ്രി അങ്ങനത്തെ കോഴ്സുകളാണ് കൂടുതൽ ഞാൻ എൻ്റെ സമയത്ത് നോക്കിയിരുന്നത്, ഞാൻ എൻ്റെ +2 പഠിച്ച ടൈമിൽ. പക്ഷേ ഇതിപ്പം CMA എന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ കൊമേഴ്സുകാർക്കാണല്ലോ കൂടുതൽ ഈ കോഴ്സ് ആപ്റ്റ്. സയൻസ് എടുത്തവർക്കും കൊമേഴ്സുകാർക്കൊക്കെ ആപ്റ്റ് ചെയ്യാൻ പറ്റിയ കോഴ്സ്. അപ്പോൾ CMA USA എന്നുള്ള കോഴ്സ് ആക്ച്വലി എന്താണ്? ഈ CMA USA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ. ഈ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ്റെ കൂട്ടത്തിൽ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനാണ് CMA USA. ഈ CMA USA പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് USA ആണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ഇന്ത്യൻ കോഴ്സിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ CMAക്ക് ഇക്വലൻ്റ് ആണ് ഈ ഒരു ക്വാളിഫിക്കേഷൻ. ആ 2 പാർട്ടാണ് CMA USA ഉള്ളത്. ആകെ 2 എക്സാം മാത്രമേ ഉള്ളൂ. ഈ ഒരു കോഴ്സിന് 150+ കൺട്രീസിൽ ഇതിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇന്ത്യയിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഇന്ത്യയിലും ജോലി സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തും ഇതിന് ജോലി സാധ്യതയുണ്ട്. എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റ് പോലത്തെ രാജ്യങ്ങളിൽ, US കാനഡ പോലത്തെ രാജ്യങ്ങളിലൊക്കെ ആരെങ്കിലും മൈഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഓപ്ഷൻ ഈ CMA USA പോലത്തെ ക്വാളിഫിക്കേഷനാണ്. അതുപോലെ തന്നെ ഈ CMA USA പറഞ്ഞ കോഴ്സിൻ്റെ ജോലി സാധ്യതകൾ എന്തൊക്കെയാണ്? അതിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടുന്ന് പഠിച്ചു പോയ കുട്ടികൾ തന്നെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യണതൊക്കെ എവിടെ എങ്ങനെയായിട്ടാണ്? CMA USA കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യയിൽ വേണമെങ്കിൽ ജോലി ചെയ്യാം. ഇന്ത്യയിലെ മൾട്ടിനാഷണൽ കമ്പനീസ് ഉണ്ട്. അതുപോലെ തന്നെ ആമസോൺ പോലത്തെ കമ്പനി, ക്യാപ്ജെമിനി പോലത്തെ കമ്പനീസ്. അതുപോലെ തന്നെ വിദേശത്ത് അവർക്ക് ജോലി ചെയ്യാം. മിഡിൽ ഈസ്റ്റിൽ ഒരുപാട് കമ്പനീസ് ഉണ്ട്. അവിടെയൊക്കെ ഈ CMA USA കഴിഞ്ഞ ആൾക്ക് ജോബ് ചെയ്യാം. ഇനിയിപ്പോൾ ഏത് പൊസിഷനിൽ അവർ ജോബ് ചെയ്യാമെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അക്കൗണ്ടൻറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാം. ഫൈനാൻഷ്യൽ അനലിസ്റ്റ് പൊസിഷൻ ഉണ്ട്. ഫൈനാൻസ് മാനേജറായിട്ട് വർക്ക് ചെയ്യാം. ഒരു കമ്പനീൻ്റെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് CFO ആവണമെന്നുണ്ടെങ്കിൽ CMA ക്വാളിഫിക്കേഷൻ മതി. അപ്പോൾ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ പ്ലസ് നല്ലൊരു സ്കിൽസാണ് ഈ രൂപത്തിൽ ഹയർ പൊസിഷനിലേക്ക് എത്തിക്കുക. നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. റീസെൻ്റ്ലി ഇവിടുന്ന് പാസ്സായി പോയിട്ടുള്ള ആളുകൾ, മിഡിൽ ഈസ്റ്റിലൊക്കെ നല്ല സാലറിയിൽ പ്ലേസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ നമുക്കൊരുപാട് ഓൺലൈൻ സ്റ്റുഡൻസ് ഉണ്ട്. അവർ കറൻ്റ്ലി അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഭാവിയിൽ ഒരു നല്ലൊരു പൊസിഷൻ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ സുപ്പീരിയർ പൊസിഷനിലേക്ക് മാറാൻ വേണ്ടി അവർ CMA എടുത്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ എല്ലായിടത്തും ഇന്ത്യയിലും പുറത്തും ജോലി സാധ്യതയില്ല, അത് നല്ല പാക്കേജിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്വാളിഫിക്കേഷനാണ് CMA USA എന്ന് പറയുന്നത്. സർ ആക്ച്വലി CA CMA അതുപോലെ തന്നെ ACCA പോലത്തെ കോഴ്സുകളൊക്കെ ടഫാണെന്നാണ് എല്ലാവരും പറയല്. CMA USA എന്നുള്ള കോഴ്സ് ടഫാണോ എന്താണ് സാർ അഭിപ്രായം? അഥവാ ഏതൊരു പ്രൊഫഷണൽ കോഴ്സിനെയും ഇത് ഡിഫിക്കൽട്ട് ആക്കുന്നത് ഇത് ബേസ് സ്ട്രോങ് അല്ല എന്നുള്ള ഒരു കാരണങ്ങൾ കൊണ്ട് മാത്രമാണ്. അത് കാരണത്താൽ തന്നെ നമ്മുടെ ലെഡ്ജ് ഗേറ്റിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് മാത്തമാറ്റിക്സും അതുപോലെ ബേസിക് അക്കൗണ്ട്സും സ്ട്രോങ് ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യും. അഥവാ ഒരു ഹ്യൂമാനിറ്റി സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു സയൻസ് സ്റ്റുഡൻറ്റ്, ഈവൻ കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും നമ്മൾ ബേസിക് മാത്തമാറ്റിക്സും അതുപോലെ ബേസിക് അക്കൗണ്ട്സും സ്ട്രോങ് ആക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ CMA സിലബസിലേക്ക് എൻ്റർ ചെയ്യുള്ളൂ. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് CMA വെരി ഈസിലി കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കോൺസെപ്റ്റൊക്കെ വെരി ഈസിലി ക്ലാരിഫൈഡ് ആയിട്ട് മാറും. നമ്മുടെ ലെഡ്ജ് ഗേറ്റിനകത്ത് ബേസിക് മാത്തമാറ്റിക്സും അല്ലെങ്കിൽ ബേസിക് ആയിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത ആളുകൾ പോലും CMA ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ട്. അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് മെയിൻലി ബേസ് ഇവിടെ വന്നതിന് ശേഷം സ്ട്രോങ് ആക്കി എന്നുള്ളതാണ്. അപ്പോൾ CMA USA ലാസ്റ്റ് എക്സാമിൽ ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് കിട്ടിയത് ലെഡ്ജർ ഗേറ്റിനാണല്ലോ. അപ്പോൾ എന്തൊരു കൈൻഡ് ഓഫ് ടീച്ചിങ് മെത്തേഡാണ് ആക്ച്വലി നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഇത്രയും നല്ല സ്റ്റുഡൻസിനെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട്? നമ്മുടെ ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത് മെയിൻലി കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടീച്ചിങ് ആണ്. അഥവാ ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റിനെ കുറിച്ച് പഠിപ്പിച്ച് കഴിഞ്ഞാൽ അതിലെ റിയാലിറ്റിയിൽ അഥവാ റിയൽ കോർപ്പറേറ്റ് വേൾഡിൽ ഉള്ള അതിൻ്റെ ഒരു ആപ്ലിക്കബിലിറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ റിയൽ എക്സാമ്പിൾസിലൂടെയാണ് അത് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു എക്സാമ്പിൾസിലൂടെ ക്ലാരിഫൈ ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റുഡൻസിന് ഇത് പ്രത്യേകിച്ച് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ CMA USA പഠിപ്പിക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേറെ ഉണ്ടല്ലോ, എന്തുകൊണ്ട് ഒരു സ്റ്റുഡൻറ്റ് ലെഡ്ജർ ഗേറ്റ് ചൂസ് ചെയ്യണം? ലെഡ്ജർ ഗേറ്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഡ്ജർ ഗേറ്റിനെ യുണീക്കാക്കി നിർത്തുന്ന ഒരു കാര്യം, ഒന്ന് ലെഡ്ജർ ഗേറ്റിൽ CMA USA മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒറ്റ കോഴ്സ് മാത്രം ഞങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കംപ്ലീറ്റ് ഫോക്കസ് ഈ ഒരു കോഴ്സിന് മാത്രമാണ്. അപ്പോൾ അതിൽ മാക്സിമം ക്വാളിറ്റി ആക്കി മെയിൻറ്റെയിൻ ചെയ്യേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാണ് ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന എക്സാംസിന് ഫസ്റ്റ് റാങ്ക്, ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് ലെഡ്ജർ ഗേറ്റിനാണ്. റീസെൻ്റ്ലി നടന്ന എക്സാം വിൻഡോസിൽ 100+ സ്റ്റുഡൻസ് ലെഡ്ജർ ഗേറ്റിൽ പാസ്സായിട്ടുണ്ട്. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ലെഡ്ജർ ഗേറ്റിൽ ടഫല്ല, ഈസിയാണ്, ആർക്കും പാസ്സാക്കാം, ആർക്കും പാസ്സാകാം. ആ രീതിയിലാണ് ഇവിടുത്തെ ടീച്ചിങ് മെത്തേഡ്. ഇനി അടുത്തൊരു ഫാക്ടർ, ഈ CMA USA പ്രൊവൈഡ് ചെയ്യുന്നൊരു ബോഡിയുണ്ട്, IMA ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. അതിൻ്റെ ഫാസ്റ്റസ്റ്റ് ഗോൾഡ് അപ്രൂവ്ഡ് പാർട്ട്ണർഷിപ്പ് കിട്ടിയത് ലെഡ്ജർ ഗേറ്റിനാണ്. അവർ അംഗീകരിക്കുന്നത്, അവർ വെറുതെ അംഗീകരിക്കില്ല. നമ്മുടെ റിസൾട്ട്, നമ്മുടെ എഫിഷ്യൻസി, നമ്മുടെ ടീച്ചിങ് സ്റ്റൈൽ, ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവർ അംഗീകരിക്കുക. അത് ലെഡ്ജർ ഗേറ്റിന് ഗോൾഡ് പാർട്ട്ണർഷിപ്പ് കിട്ടിയിട്ടുണ്ട് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട്. പിന്നെ മെയിൻ ഫാക്ടേഴ്സ് ഇവിടുത്തെ ഫാക്കൾട്ടീസ്. ഇവിടുത്തെ ഫാക്കൾട്ടീസ് ജസ്റ്റ് ഒരു CMA കഴിഞ്ഞിട്ട് നേരെ വന്ന ആളുകളല്ല. എല്ലാവരും ഇന്ത്യക്ക് പുറത്ത് UAE, ഖത്തർ, സൗദി, ആഫ്രിക്ക പോലത്തെ രാജ്യങ്ങളിൽ ഡിഫറെൻറ്റ് സെക്ടറിൽ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫൈനാൻസ് മാനേജർ, ഫിനാൻഷ്യൽ അനലിസ്റ്റ്, സീനിയർ അക്കൗണ്ടൻറ്റ് പോലത്തെ പൊസിഷനിൽ വർക്ക് ചെയ്തിട്ട് നേരെ അവരെ ജോബ് റിസൈൻ ചെയ്തിട്ടാണ് ലെഡ്ജർ ഗേറ്റിൽ വന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ ലെഡ്ജർ ഗേറ്റിലെ ഫാക്കൾട്ടീസിന് CMA എന്താണെന്ന് മാത്രമല്ല പഠിപ്പിച്ചെടുക്കാൻ പറ്റുക, CMA കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ഭാവിയിൽ നല്ലൊരു ജോബ് നേടാം, ഒരു ജോബ് നേടാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെ CVs ഉണ്ടാക്കാം, ഏത് ടൈപ്പ് ഓഫ് ജോബിനാണ് ആദ്യം കയറേണ്ടത്, ഈ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് ട്രെയിൻ ചെയ്യേണ്ടി പറ്റും. ആ കാര്യങ്ങൾ ഇവിടുന്ന് ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റീസെൻ്റ്ലി പാസ്സായി പോയിട്ടുള്ള ഒരുപാട് ആൾക്കാർ GCC പോലത്തെ രാജ്യങ്ങളിൽ നല്ല പാക്കേജിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ ലെഡ്ജർ ഗേറ്റിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻറ്റിന് ഒരു CMA മുതൽ അവൻ പ്ലേസ്ഡ് ആകുന്ന വരെയുള്ള എല്ലാവിധ ട്രെയിനിങ്സും കാര്യങ്ങളും കൂടി കൊടുക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇപ്പോൾ നമ്മുടെ ഫാക്കൾട്ടീസ് ഷബീബ് സാർ ദുബായിലെ ഷാർജയിലെ അവിടെ ഒരു ഗവൺമെൻറ് കമ്പനി ഉണ്ട്, സേവ എന്ന് പറയും, അവിടെ വർക്ക് ചെയ്തതായിരുന്നു. ഞാനും UAE സെമി ഗവൺമെൻറ് കമ്പനിയിൽ വർക്ക് ചെയ്ത് ജോബ് നിർത്തിയ ആളാണ്. നമ്മുടെ വേറൊരു ഫാക്കൾട്ടി ഉണ്ട്, അവർ ആഫ്രിക്കയിലായിരുന്നു വർക്ക് ചെയ്യുന്നത്, വേറൊരാൾ സൗദിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത്, വേറൊരാൾ ഖത്തറിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവരും കൂടി യോജിച്ചിട്ടാണ് ഈ ലെഡ്ജർ ഗേറ്റിലെ സ്റ്റുഡൻസിനെ മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ നമുക്കെന്താണോ ആ ജോബിൽ കിട്ടിയ എക്സ്പീരിയൻസ്, ആ കറക്റ്റ് എക്സ്പീരിയൻസ് ഇവർക്ക് ഇവിടെ കൊടുക്കുമ്പോൾ നല്ലൊരു പ്രൊഡക്ടിവിറ്റി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കാനും അവർക്ക് മേക്ക് ചെയ്യാനും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ലെഡ്ജർ ഗേറ്റിൻ്റെ ഒരു ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ. സാർക്ക് നേരത്തെ പറഞ്ഞല്ലോ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഈ കോഴ്സ് പഠിച്ചെടുക്കാം എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നവർക്കും ഒരേ സമയം ഈ കോഴ്സ് പഠിച്ച് അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുക? നമ്മുടെ ലെഡ്ജർ ഗേറ്റിലെ ദുബായ് ബ്രാഞ്ചിൽ CMA USA പഠിക്കുന്ന ഒരുപാട് വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ട്. ഈ വർക്കിംഗ് പ്രൊഫഷണൽസ് മെയിൻലി ഇത് പഠിക്കുന്നതിനുള്ള കാരണം അവർക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയാണ്. പുതിയൊരു ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ വേണം. അപ്പോൾ അവർ കൂടുതലും പഠിക്കൽ ഓൺലൈനായിട്ടാണ്. കാരണം ഓഫ്ലൈനായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് വർക്കിംഗ് പ്രൊഫഷണൽസ് സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ആ പ്ലാറ്റ്ഫോംസിൽ CMA USA കംപ്ലീറ്റ് വീഡിയോസ് അവൈലബിളാണ്. പ്ലസ് നമ്മൾ ലൈവ് ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യും. അവർക്ക് സ്പെഷ്യലായിട്ടൊരു ഡൗട്ട് ക്ലിയറിങ് സെഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ രീതിയിൽ ഒരു വർക്കിംഗ് പ്രൊഫഷണൽസിനെ എങ്ങനെ CMA പാസ്സാക്കാണ്ടി പറ്റും, ആ രീതിയിലുള്ള എല്ലാവിധ മെറ്റീരിയൽസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം സാധാ +2 ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിന് കൊടുക്കുന്ന പോലെയല്ല വർക്കിംഗ് പ്രൊഫഷണൽസിന് ക്ലാസ്. അവർക്ക് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. കാരണം അവർക്ക് സമയം ഭയങ്കര ലിമിറ്റഡാണ്. അപ്പോൾ ആ ലിമിറ്റഡ് സമയത്ത് അവർക്ക് എന്ത് ടൂൾസാണ് കൊടുക്കേണ്ടത്, ആ കാര്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് അവർക്ക് CMA ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി വർക്കിംഗ് പ്രൊഫഷണൽസ് ഒരുപാട് ആൾക്കാർ ലഡ്ജഗേറ്റിൽ നിന്ന് CMA പാസ്സായിട്ട് നല്ല പ്രൊമോഷൻ കിട്ടിയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ CMA USA പഠിക്കാനുള്ള എക്സ്ക്ലൂസീവ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ലഡ്ജഗേറ്റ്. ഇവർക്ക് കാലിക്കറ്റ്, കണ്ണൂർ, കൊച്ചി, ദുബായ് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ലഡ്ജഗേറ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. യു ക്യാൻ ചെക്ക് ഔട്ട്.